വേറെ ഏതൊരു കളിക്കാരനും പിഴവുകൾ അനുവദനീയമാണ്. എന്നാൽ മുഹമ്മദ് ഷമിക്ക് അത് അനുവദനീയമല്ല. തുടരെ വിക്കറ്റുകൾ എടുത്ത് നിൽക്കുമ്പോഴും ഒരു ക്യാച്ചെങ്ങാനും നഷ്ടപ്പെട്ടാൽ, ഒരു ത്രോ എങ്ങാനും മുന്നം തെറ്റിയാൽ ഷമി രാജ്യദ്രോഹിയാകും. അയാളുടെ രാജ്യസ്നേഹം അധിക്ഷേപങ്ങളുടെ കല്ലേറിൽ ചോര വാർന്നു നിൽക്കും. മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ കളിക്കാരൻ്റെ രാജ്യസ്നേഹം ഇത്രയധികം സംശയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം തന്നെയാണ്. അങ്ങനെ ഒരാൾക്ക് തകർന്ന് തരിപ്പണമാകുവാൻ വേണ്ടുന്ന ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നിട്ട് പോലും അവിടെ നിന്നെല്ലാം കുത്തിത്തിരിഞ്ഞു വന്ന സിംഗ് ബോളായിരുന്നു ഷമി. വീണു പോകാതെ വിക്കറ്റിന് മുന്നിൽ മറ്റുള്ളവരെ എറിഞ്ഞു വീഴ്ത്തിയ വൈഭവം. ഒരാൾ ഫാസ്റ്റ് ബോളറാണെന്ന് കരുതി വിക്കറ്റുകൾ എടുക്കുന്നതിൽ അത്രയും ഫാസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതിലും വേഗത്തിൽ വിക്കറ്റുകൾ കൈക്കലാക്കുന്നവയായിരുന്നു ഷമിയുടെ സ്പെല്ലുകൾ. വിക്കറ്റ് ആവശ്യമുള്ളപ്പോഴെല്ലാം അയാളുടെ പന്തുകൾ പിശുക്കുകളില്ലാതെ അത് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. വിക്കറ്റ് വേഗതയിൽ മറ്റൊരു ഉയരം കൂടി ഷമി പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ നിന്നും 200 വിക്കറ്റ് തികയ്ക്കുന്ന ഏകദിന ബോളർ. 5126 പന്തുകൾ, 104 മത്സരങ്ങൾ. അത്രയും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്നും വിക്കറ്റുകളുടെ ഇരട്ട സംഖ്യ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ. അത്രയധികം അധിക്ഷേപിച്ചിട്ടുണ്ട്. ചെറിയ കൈകുറ്റങ്ങളെപ്പോലും കുരിശിലേറ്റി വിചാരണ ചെയ്തിട്ടുണ്ട്. നിരന്തരം സംശയിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹി എന്ന് പോലും വിളിച്ചിട്ടുണ്ട്. എന്നിട്ടും തളരാതെ അയാൾ തുടരുകയാണ്. ഒരു ഇന്ത്യൻ ബോളർക്ക് നാളിതുവരെ എത്തിച്ചേരാൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് അയാൾ ഇന്നും പന്തെറിയുകയാണ്. 2013 നവംബറിൽ കിരീടം നഷ്ടപ്പെട്ട വേദനകളെ മറക്കുവാൻ ഒടുവിൽ അയാൾ ദൈവത്തോട് പോലും മാപ്പ് ചോദിച്ച് ഇന്ത്യക്ക് വേണ്ടി പന്തെറിഞ്ഞ് നേടിക്കൊടുക്കുന്നത് മറ്റൊരു സന്തോഷമാണ്, മറ്റൊരു കിരീടമാണ്. പലരും നിങ്ങളെ ഇനിയും വിമർശിക്കും. എന്നാൽ നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ആ വിശ്വാസം കാക്കുകയും ചെയ്തു. അവർ ഇനിയും കുറച്ചുകൊണ്ടിരിക്കട്ടെ. ഷമി, നിങ്ങൾ ഞങ്ങളുടെ നായകനാണ്. बहुत अच्छा किया है। Shami finishes things off with a terrific performance, 7 for 57.